ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ഒരുപാട് അമ്മമാരുടെ സങ്കടങ്ങളിലൊന്നാണ് മക്കൾ മൊബൈലിന് അഡിക്റ്റാണെന്നുള്ളത്. എത്ര പറഞ്ഞാലും അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനാവുന്നില്ല. ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ഇങ്ങനെയുള്ള അമ്മമാരോട് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഞങ്ങൾ ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ, ഫോൺ ഫാസ്റ്റിംഗ് നടത്തുക, അതായത് ഫോൺ ഉപവാസം. എങ്ങനെയാണെന്നല്ലേ? ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ അമ്മമാരായിരുന്നു. അവരിൽ പലരുടെയും സങ്കടമായിരുന്നു മക്കളുടെ അമിതമായ ഫോൺ ഉപയോഗം. പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ വരില്ല, ബൈബിള് വായിക്കില്ല, പള്ളിയിൽ പോകാൻ മടി, അതുപോലെ പഠനത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ പുറകോട്ട് പോയ അവസ്ഥ. അങ്ങനെ പല പല പ്രശ്നങ്ങളെ നേരിട്ടിരുന്ന അമ്മമാർ അവരെല്ലാവരും ചേർന്ന് ഒരു ദിവസം ഒരു തീരുമാനമെടുത്തു. നമ്മുടെ മക്കളെ ഇതിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കണം. അതിനായി അവർ ചെയ്തത്, ആഴ്ചയിലെ ഒരു ദിവസം മക്കൾക്കായി അവർ ഫോൺ ഫാസ്റ്റിംഗ് എടുത്തു. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഉദാഹരണത്തിന്, രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 6 മണി വരെ ഈ അമ്മമാരാരും ഫോൺ ഉപയോഗിക്കത്തില്ല. എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള കോൾസൊക്കെ വന്നാൽ അവരതെടുക്കും. അല്ലാതെ ഞാൻ ഉദ്ദേശിച്ചത് വെറുതെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയോ അനാവശ്യമായിട്ട് വാട്സപ്പിൽ തോണ്ടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊന്നും അന്നേ ദിവസം അവർ ഉപയോഗിക്കത്തില്ല. ഫാസ്റ്റിംഗ് ടൈം കഴിയുന്നത് വരെ അവരിതൊന്നും ഉപയോഗിക്കില്ല. ആ ദിവസം പറ്റുന്നത്ര കരുണയുടെ ജപമാല ചൊല്ലി, അല്ലെങ്കിൽ പരിശുദ്ധ മാതാവിൻ്റെ ജപമാല ചൊല്ലി മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കും. മക്കളുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ കരുണ ഒഴുകാനായിട്ട് ഈ അമ്മമാർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുറേ അമ്മമാരൊന്നിച്ച് ഇങ്ങനെയൊരു തീരുമാനമെടുത്ത കുറേ നാളത്തേക്ക് മക്കളുടെ ജീവിത പങ്കാളിയുടെ ഒക്കെ ഫോൺ അഡിക്ഷൻ മാറാനായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജോലി ചെയ്യുന്നവർ ജോലിക്കിടയിൽ അവർക്ക് പറ്റുന്നതുപോലെയൊക്കെ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കും. ഇനി കരുണക്കൊന്തയോ ജപമാലയോ ഒന്നും ചൊല്ലാൻ പറ്റാത്തവർ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഈശോയെ ഞങ്ങളുടെ മക്കളോട് കരുണയായിരിക്കണമേ, ദാവീദിൻ്റെ പുത്രനായ യേശുവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കരുണയായിരിക്കണമേ, നിങ്ങൾക്ക് ഇങ്ങനെ പല ആവർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാം. ഇനി അത്ഭുതം എന്ന് പറയട്ടെ, പയ്യെ പയ്യെ ഓരോ അമ്മമാർ വന്ന് സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. മക്കളുടെ ഫോൺ ഉപയോഗത്തിൽ ഒത്തിരി മാറ്റം വന്നുവെന്നും, ചില കുട്ടികളൊക്കെ ഇനി ഫോൺ നോക്കുന്നില്ല, ഫോൺ വേണ്ട, ഗെയിമിനൊക്കെ അഡിക്റ്റായി പോയ, ഇന്ന് മൊബൈലിൽ പലതരത്തിലുള്ള ഗെയിമുകളുണ്ട് കുഞ്ഞുങ്ങൾ കളിക്കുന്നത്. അതുപോലെയുള്ള ഗെയിം കളിയൊക്കെ പരിപൂർണമായിട്ട് ഉപേക്ഷിച്ച കുട്ടികൾ വരെയുണ്ട്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. മാതാപിതാക്കൾ നിർബന്ധിക്കാതെ തന്നെ അവർ സ്വയം തീരുമാനമെടുത്ത് ഫോൺ ഉപയോഗം കുറച്ചതിൻ്റെയും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കൂടിയതിൻ്റെയും ഒക്കെ സാക്ഷ്യങ്ങൾ അവർ വന്ന് പറയുന്നത് ഞാൻ കേട്ടു. പ്രിയ മാതാപിതാക്കളെ, ഇത് നല്ലൊരാശയമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കാം. നിങ്ങളുടെ മക്കൾ ഒരു പക്ഷേ നല്ലവരാണെങ്കിൽ, ഒരുപാട് ഫോണൊന്നും ഉപയോഗിക്കുന്നവരല്ല, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ഇതുപോലെ മൊബൈലിന് അഡിക്റ്റായി പോയ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് മറ്റ് ലഹരി വസ്തുക്കൾക്കൊക്കെ അഡിക്റ്റായി പോയ ഒത്തിരി മക്കൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. ഇന്നത്തെ തലമുറ, അവർക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഒരു ദിവസം 12 മണിക്കൂർ ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്നത് ഇത്തിരി പ്രയാസമേറിയ കാര്യമാണ്. നമ്മൾ ഈ ഒരു ത്യാഗം ഏറ്റെടുക്കുമ്പോഴേ അവിടെ വലിയ കൃപയുണ്ടാകും. ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഈ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത് പരിപൂർണമായിട്ട് അങ്ങ് ഉപയോഗിക്കാതിരിക്കുക എന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വീട്ടിലോട്ട് വിളിക്കണമല്ലേ? നിങ്ങൾക്ക് വീട്ടിലോട്ട് വിളിക്കാം, കുഞ്ഞുങ്ങളോട് സംസാരിക്കാം. പക്ഷേ എല്ലാ ദിവസത്തെക്കാളും അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്ന് കൂടുതൽ സമയം നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ അനാവശ്യമായിട്ട് വാട്സപ്പിലെ മെസ്സേജുകൾ നോക്കിക്കൊണ്ടിരിക്കുക, ചുമ്മാ മെസ്സേജ് അയക്കുക, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇതൊക്കെ യൂട്യൂബ് ഒക്കെ പോയി കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് കൂടുതൽ സമയം പ്രാർത്ഥിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നുകൂടെ പറയുകയാണ്, ആവശ്യമായ എമർജൻസി ആയിട്ടുള്ള കോൾസൊക്കെ നിങ്ങൾക്ക് എടുക്കാം, തിരിച്ചവരെ വിളിക്കാം, അതൊക്കെ ചെയ്യാം.
എല്ലാ ദിവസവും നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന അത്രയും സമയം ഉപയോഗിക്കാതിരിക്കുക എന്നതാണ്. നമ്മുടെ യുവതലമുറയെ ഈ ഒരു തിന്മയുടെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷിച്ചെടുക്കണം. അതിനായി നമ്മൾ അമ്മമാർ ഒരുമിച്ച് കൈകോർക്കാം. ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ അവർക്കായിട്ട് ചെയ്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇതാർക്കും ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ. ഇപ്പം എൻ്റെ മക്കൾ അല്ല എൻ്റെ മോൻ എൻ്റെ മോള് ഇങ്ങനെ മൊബൈലിന് അഡിക്റ്റ് അല്ല, എനിക്കിങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. മറ്റു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇപ്രകാരമൊരു ത്യാഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇത് മക്കളുടെ ജീവിതത്തിൽ മാത്രമല്ല, കുടുംബത്തിലെ പല മേഖലകളിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരുന്നതായിട്ടൊക്കെ സാക്ഷ്യപ്പെടുത്തിയ ആളുകളുണ്ട്. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ഒരു ചെറിയ ത്യാഗം നമ്മൾ മാതാപിതാക്കളെ ഏറ്റെടുത്ത് മക്കൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതിനോടൊപ്പം നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ജീവിതത്തിൻ്റെ പല മേഖലകളിലെ തടസ്സങ്ങളൊക്കെ മാറി ഒരുപാട് ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരും. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.